ഹരേ കൃഷ്ണ. കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബലരാമ അവതാരം കേട്ടാലോ? ദേവകി വസുദേവന്മാരുടെ 6 കുഞ്ഞുങ്ങളെയും ഒന്നിനു പിറകെ ഒന്നായി കംസൻ നിഗ്രഹിച്ചപ്പോൾ പല സുഹൃത്തുക്കളും ബന്ധുക്കളും ഈ നിഷ്ഠൂര പ്രവർത്തികൾ അവസാനിപ്പിക്കാൻ ഉപദേശിച്ചു. എന്നാൽ ക്രമേണ അവരെല്ലാം കംസൻ്റെ ആരാധകരായി മാറുകയാണുണ്ടായത്. 7ാമതും ദേവകി ഗർഭം ധരിച്ചപ്പോൾ ഗർഭത്തിൽ അവതരിച്ചത് കൃഷ്ണൻ്റെ പൂർണ്ണാംശമായ അനന്തനാണ്. ദേവകിയിൽ ആഹ്ലാദവും ദുഃഖവും ഒരുപോലെ നുരയിട്ടു. വിഷ്ണു ഭഗവാൻ തൻ്റെ ഗർഭത്തിൽ അഭയം തേടിയിരിക്കുന്നു എന്നു മനസ്സിലായതിൽ ആഹ്ലാദവും, ആ ശിശു പുറത്തു വരുന്ന നിമിഷത്തിൽ തന്നെ കംസൻ അതിനെ നിഗ്രഹിക്കുമല്ലോ എന്നോർത്തിട്ടുള്ള ദുഃഖവും. ആ സമയത്ത് യദുക്കളുടെ സംഭീതമായ അവസ്ഥയിൽ കരുണ തോന്നിയ പരമദിവ്യോത്തമ പുരുഷനായ കൃഷ്ണൻ തൻ്റെ തന്നെ അന്തശക്തിയായ യോഗമായയോട് അവതരിക്കാൻ ആജ്ഞാപിച്ചു. സദാ സമലങ്കൃതവും നിറയെ മനോഹരങ്ങളായ ഗോവൃന്ദവുമുള്ള വൃന്ദാവനത്തിലെ വ്രജഭൂമിയിൽ അവതാരം ചെയ്യാനാണ് ഭഗവാൻ യോഗമായയോട് കൽപ്പിച്ചത്. വൃന്ദാവനത്തിൽ നന്ദമഹാരാജാവിൻ്റെയും യശോദ റാണിയുടെയും ഭവനത്തിൽ വസുദേവരുടെ ഭാര്യമാരിൽ ഒരാളായ രോഹിണി താമസമാക്കിയിരുന്നു. കംസൻ്റെ അതിക്രമങ്ങൾ ഭയന്ന് രോഹിണിക്ക് പുറമെ യദുകുലത്തിലെ മറ്റു പലരും ഇതുപോലെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായി ചിന്നിച്ചിതറി പാർത്തിരുന്നു. ചിലരൊക്കെ പർവ്വത ഗുഹകളിലും അഭയം തേടിയിരുന്നു. യോഗമായയോട് ഭഗവാൻ പറഞ്ഞു, ദേവകിയും വസുദേവരും കംസൻ്റെ കാരാഗൃഹത്തിലാണ്. ഇപ്പോൾ ഈ നിമിഷത്തിൽ എൻ്റെ പൂർണ്ണാംശമായ ശേഷൻ ദേവകിയുടെ ഗർഭത്തിലുമാണ്. ശേഷനെ ദേവകിയുടെ ഗർഭത്തിൽ നിന്ന് രോഹിണിയുടെ ഗർഭത്തിലേക്ക് മാറ്റാൻ വേണ്ടതു ചെയ്യണം. ഇതേ തുടർന്ന് ഞാൻ എൻ്റെ എല്ലാ ശക്തികളോടും കൂടി ദേവകിയുടെ ഗർഭത്തിൽ ആവിർഭവിക്കാൻ പോവുകയാണ്. തുടർന്ന് ദേവകിയുടെയും വസുദേവരുടെയും പുത്രനായി ഞാൻ അവതരിക്കുകയും ചെയ്യും. ഭവതിയാകട്ടെ വൃന്ദാവനത്തിൽ നന്ദൻ്റെയും യശോദയുടെയും പുത്രിയായി ജന്മമെടുക്കുകയും വേണം. അങ്ങനെ ദേവകിയുടെ ഗർഭപാത്രത്തിൽ നിന്ന് രോഹിണിയുടെ ഗർഭപാത്രത്തിലേക്ക് മാറ്റപ്പെട്ട ശേഷാംശമായ ഗർഭം പൂർണ്ണമാവുകയും രോഹിണി നന്ദഗൃഹത്തിൽ വെച്ച് ഒരാൺകുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്തു. ഭാദ്രപദ മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ഷഷ്ഠി ദിവസമായിരുന്നു അത്. ആ ശിശുവാണ് ശ്രീകൃഷ്ണൻ്റെ ജ്യേഷ്ഠനായ ബലരാമൻ എന്ന പേരിൽ പുരാണപ്രസിദ്ധനായത്. ബലരാമനും മഹാവിഷ്ണുവിൻ്റെ അംശമാകയാൽ ദശാവതാരങ്ങളിൽ എട്ടാമത്തേതായി കണക്കാക്കപ്പെടുന്നു. രോഹിണിയുടെ ഗർഭത്തിലേക്ക് ശക്തമായി ആകർഷിക്കപ്പെട്ടതിനാൽ അദ്ദേഹം സംഘർഷണൻ എന്ന പേരിൽ അറിയപ്പെട്ടു. രമണം എന്നറിയപ്പെടുന്ന സമുന്നതമായ പരമാനന്ദമരുളുന്ന ആത്മീയമായ സർവശക്തിയുടെയും അഥവാ ബലത്തിൻ്റെയും പ്രഭവമായിരിക്കും അദ്ദേഹം. അതിനാൽ പൂർണ്ണാംശമായ അനന്തൻ സംഘർഷണൻ എന്നോ ബലരാമൻ എന്നോ ഉള്ള പേരിലായിരിക്കും അറിയപ്പെടുക. ബലരാമൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ചാണ്. കൃഷ്ണനോടൊപ്പം ജനിച്ചു വളർന്ന ബലരാമൻ സഹോദരനുമായി ഒരുമയോടെയാണ് ജീവിച്ചിരുന്നത്. കൃഷ്ണനുമായി ഒരു കാര്യത്തിലും ബലരാമന് ഭിന്നിപ്പുണ്ടായിരുന്നില്ല. ഒരുമയില്ലായ്മ അസുരഗുണമാണ്. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ. ഹരി ഹരി ബോൽ.